തട്ടിപ്പുകാരുടെ തട്ടിപ്പുകാരൻ, ഈ തട്ടിപ്പുകാരുടെ കിങ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളുടെ വാർത്തയിലേക്കാണ്. ഗാസിയാബാദിലെ വ്യാജ എംബസി കേസിലെ മുഖ്യമന്ത്രി ഹർഷവർദ്ധൻ ജെയിൻ 4 രാജ്യങ്ങളിൽ ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തൽ. തട്ടിപ്പ്, ഹവാല ബ്രോക്കറേജ് എന്നിവ നടത്തി പണം സമ്പാദിച്ചതായും 11 വിദേശ ബാങ്ക് അക്കൗണ്ടുകളായി പണം നിക്ഷേപിച്ചതായും പോലീസ് കണ്ടെത്തി. എംബസി ഓഫ് വെസ്റ്റ് ആർട്ടിക്ക എന്ന പേരുള്ള വ്യാജ എംബസി കഴിഞ്ഞ ദിവസമാണ് UP പോലീസ് പിടികൂടിയത്. അതായത് ഒരു രാജ്യത്തിന്റെ പേരിൽ സ്വന്തമായി രാജ്യത്ത് ഒരു എംബസി തുടങ്ങി വെച്ച് അതുവഴി കള്ളപ്പണം വെളുപ്പിക്കലായിരുന്നു ഈ പ്രതിയുടെ പ്രധാനപ്പെട്ട ജോലി. വെസ്റ്റ് ആർട്ടിക്കയുടെ സ്വയം പ്രഖ്യാപിത അംബാസിഡർ ഹർഷവർദ്ധൻ ജെയിൻ വ്യാജ എംബസി തുറന്നത് തട്ടിപ്പിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത്. കള്ളപ്പണ ഇടപാടുകൾക്കായി ഹർഷവർദ്ധൻ ജെയിൻ 4 രാജ്യങ്ങളിൽ ഷെൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്തു. 4 രാജ്യങ്ങളിലായി 11 ബാങ്ക് അക്കൗണ്ടുകളും ഇയാൾക്കുണ്ട്. രാജസ്ഥാനിലെ മാർബിൾ ഖനികൾ മുതൽ ദുബായ്, മൗറീഷ്യസ്, UK എന്നിവിടങ്ങളിലെ ബാങ്കുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന സങ്കീർണമായ ഒരു അന്താരാഷ്ട്ര കള്ളപ്പണ റാക്കറ്റിന്റെ ഭാഗമാണ് ഇയാളെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ ഇടപാടുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഗാസിയാബാദിലെ കബി നഗറിലെ ഒരു വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന വ്യാജ എംബസി ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ച ആഡംബര കാറുകൾ ഉൾപ്പെടെ വ്യാജ എംബസിയിൽ നിന്നും പിടികൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രങ്ങളും കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്നു. രാജസ്ഥാനിലെ സമ്പന്ന വ്യവസായ കുടുംബത്തിൽ ജനിച്ച ജെയിൻ UK-യിൽ നിന്നും MBA നേടിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. 24 ഡൽഹി. അവശേഷിക്കുന്ന ചോദ്യം ഇന്ത്യയിലുള്ള വെസ്റ്റ് ആർട്ടിക്കയുടെ യഥാർത്ഥ എംബസി എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. 8 വർഷം ഈ തട്ടിപ്പ് എങ്ങനെ തുടർന്നു എന്നതും ഏറെ കൗതുകം ഉണർത്തുന്ന വാർത്ത കൂടിയാണ്.